1000 കോടി രൂപയോളം വരും. സംസ്ഥാന ഗവൺമെന്റിന്റെ വർക്കുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മൊബിലൈസേഷൻ അഡ്വാൻസ് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഞാൻ ആ ഏജൻസിക്കെതിരില്ല. പക്ഷെ കേരളത്തിലെ വർക്കുകളൊക്കെ പോകുന്ന വഴി അതാണ് എന്ന് കേരളത്തിലെ ഒരു ബഹുഭൂരിപക്ഷ ആളുകൾ വിശ്വസിക്കുകയാണ്. അവർക്ക് വർക്ക് പിടിച്ചു കൊടുക്കാനും അവർക്കിത് കിട്ടുന്നില്ലെങ്കിൽ ഇത് ചവിട്ടി പിടിക്കാനും തീരുമാനമെടുക്കുന്നത് ശരിയോ? അത് നമ്മളുടെ കോട്ടയത്തിന്റെ ആത്മാഭിമാനത്തിനെതിരെയുള്ള ചോദ്യമല്ലേ? അഭിമാനബോധമുള്ള ആർക്കെങ്കിലും ഇത് അംഗീകരിക്കാൻ പറ്റുമോ? ഇത് അവർക്ക് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ തട്ടുക. ആ നിലയിൽ എടുക്കുന്നത് ശരിയാണോ? ആ രൂപത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതുകൊണ്ട് ഈ രൂപത്തിലേക്ക് പോവുകയാണ്. അപ്പൊ വേറെ ഇതിന് ഈ രൂപത്തിൽ അതുകൊണ്ട് നമുക്കിത് വളരെ ഭംഗിയായി കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് സഹകരിക്കണം. നമ്മുടെ കോട്ടയത്തെ എല്ലാ പ്രോസസ്സും പൂർത്തിയായി, പണവും അനുവദിച്ചു, ഇംപ്ലിമെന്റിംഗ് ഏജൻസി തീരുമാനിച്ചു. അവർ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. അവർക്ക് പണം കൊടുക്കാത്തത് കൊണ്ട് അവർ ഇട്ടിട്ട് പോകുന്നു എന്നുള്ള നില വന്നു. അങ്ങനെ വന്ന് ആ സൗകര്യം വിനിയോഗിച്ചുകൊണ്ട് അവരെ മാറ്റി ഊരാളുങ്കൽ ഏജൻസിയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഫലമായി കോട്ടയത്തെ ഒരു വർക്ക് ചവിട്ടി മെതിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം.